നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചാലിശ്ശേരി സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കുന്നത്തേരി കാക്കശ്ശേരി 24 വയസ്സുള്ള ആദർശിനെയാണ് കാപ്പ നിയമപ്രകാരം പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് 1 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഉത്തരവ് ലംഘിച്ചാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ സമർപ്പിച്ച ശുപാർശയിൽ തൃശൂർ റേഞ്ച് പോലീസ് ഡെപ്യൂട്ടി IG ഹരിശങ്കറാണ് ഉത്തരവിറക്കിയത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലും തൃത്താല എക്സൈസ് റേഞ്ചിലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആദർശ്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R കുമാർ തുടർ നടപടി സ്വീകരിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ 4 ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിന് 2 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് മോസിൻ MLA അറിയിച്ചു. ഇതോടെ മണ്ഡലത്തിൽ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനായി 12 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. പട്ടാമ്പി മണ്ഡലത്തിലെ 4 റോഡുകളുടെ പുനർനിർമ്മാണം നടത്തുവാനായാണ് 2 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. വാടാനംകുറിശി വെല്ലപ്പുഴ റോഡിന് 25 ലക്ഷം രൂപയും തൃത്താംതോണി കള്ളാടിപ്പറ്റ റോഡിന് 25 ലക്ഷം രൂപയും പട്ടാമ്പി ആശുപത്രി ബൈപ്പാസ് റോഡ് പുനർനിർമ്മാണത്തിന് 90 ലക്ഷം രൂപയും പുതിയ ഗേറ്റ് പെരുമിടിയൂർത്തറ റോഡിന് 60 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ റോഡുകളുടെ പ്രവർത്തികൾക്കുള്ള ഭരണാനുമതിയാണ് ഇപ്പോൾ ലഭ്യമായതെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലുമായി നേരിട്ട് കണ്ട് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. സാങ്കേതിക അനുമതി കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും മഴ കഴിയുന്നതോടുകൂടി തന്നെ പ്രവർത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തികൾ നടപ്പിലാക്കുക. ഇതോടെ പട്ടാമ്പി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾക്ക് മാത്രം വിവിധ ഫണ്ടുകളിലായി 12 കോടി രൂപയാണ് ലഭ്യമായിരിക്കുന്നതെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്തിറങ്ങുന്നു. തിങ്കളാഴ്ച ടൗണിൽ നിൽപ്പ് സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോഡ് നവീകരണം ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നും വ്യാപാരികൾ പറഞ്ഞു. പട്ടാമ്പിയിലെ റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റി രംഗത്തിറങ്ങുന്നത്. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 28-ന് തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് പട്ടാമ്പി സ്റ്റാൻഡ് പരിസരം മുതൽ ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ വരെ നിലനിൽപ്പിനായുള്ള നിൽപ്പ് സമരം എന്ന പേരിലാണ് സമരം ഒരുക്കിയിരിക്കുന്നത്. പട്ടാമ്പി ടൗണിലൂടെ നിലവിൽ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് യാത്രക്കാരെ വലിയ തരത്തിലാണ് ബുദ്ധിമുട്ടിക്കുന്നത്. വ്യാപാരികളും ഇതുമൂലം വലിയ ദുരിതത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുന്നതെന്നും നേതാക്കൾ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളിപ്പോൾ നിലവില് നമ്മളുടെ നിള IPT റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ടൗണിലേക്ക് ഇറങ്ങുന്നതിന്, ടൗൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചെർപ്പളശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ നിള ഹോസ്പിറ്റൽ വരെ തന്നെയാണ് പട്ടാമ്പി ടൗണിന്റെ ഹൃദയമായി കിടക്കുന്ന ഭാഗം. ഇപ്പൊ കുറച്ച് സമയങ്ങളായിട്ട് അതിൻ്റെ വർക്ക് നീളുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും മാത്രമല്ല, നിലവിൽ അതിൻ്റെ ഭാഗമല്ലാതെ കിടക്കുന്ന റോഡുകളിൽ രൂപപ്പെടുന്ന വലിയ വലിയ കുഴികൾ, അതിൽ നിരവധി വാഹനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, റോഡ് ബ്ലോക്ക് ആവുന്നതും, പ്രത്യേകിച്ച് ഷൊർണൂർ റോഡ് ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് വാടനാംകുറിശി ഗേറ്റ് മുതലുള്ള വിഷയം, അതുപോലെ തന്നെ ഞാങ്ങാട്ടിരി ഗുരുവായൂർ റോഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഞാങ്ങാട്ടിരി മുതൽ പട്ടാമ്പിയിലേക്ക് എത്തുന്നതിലുള്ള പ്രയാസം. അതിൽ ചെറിയൊരു കുറവ് വരുന്നത് പെരിന്തൽമണ്ണ റോഡിൽ നിന്ന് മാത്രം കുറച്ച് സമയം നമ്മൾ ക്യൂ നിന്നാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെ ഈ റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനം. ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ സീസൺ വരുന്ന സാഹചര്യത്തിൽ കൂടി റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. തകർന്നു കിടക്കുന്ന റോഡിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നടപടി ഉണ്ടാകണം. ഘട്ടം ഘട്ടമായി നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കുവാൻ വേണ്ട നടപടികളാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കേണ്ടതെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച വൈകുന്നേരം നടക്കുന്ന നിൽപ്പ് സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറിമാരായ മുസ്തഫ വല്ലപ്പുഴ, പ്രജിത് പട്ടാമ്പി, പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് KP റസാഖ്, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, ട്രഷറർ KT ഷാജി, മറ്റു നേതാക്കളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഗിരീഷ് പട്ടാമ്പി, അബുലൈസ്, ബാബു കുടുംബിനി,
ഹനീഫ, ഫോട്ടോ വേൾഡ് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പട്ടാമ്പിയിലെ കച്ചവടക്കാരെല്ലാം വലിയ പ്രയാസത്തിലാണ്. കച്ചവടക്കാർ മാത്രമല്ല, നാട്ടുകാരടക്കം. നമുക്കറിയാം, മേലെ പട്ടാമ്പിയിൽ നിന്ന് കൽപ്പക വരേക്ക് സ്കൂൾ കുട്ടികൾ മുതൽ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും ആവാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. വലിയ അപകടങ്ങൾ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുന്നേ ഏതാണ്ട് ഒരു വർഷമാവാൻ പോകുന്നു, BSNL ഓഫീസിന്റെ മുൻപിൽ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ വീണ് ബസ്സിനടിയിൽപ്പെട്ട് മരണപ്പെട്ട സംഭവം വരെ റോഡിലെ കുഴി മൂലം ഉണ്ടായിട്ടുള്ള അപകടമാണ്. അത്തരമൊരു സ്ഥിതിവിശേഷം ഇനിയും ഉണ്ടാവാതിരിക്കാനും, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പട്ടാമ്പി പാലത്തിൽ ഒരു വലിയ വാഹനം റോഡ് ബ്ലോക്കിൽപ്പെട്ട് ആക്സിൽ മുറിഞ്ഞ് കുഴിയിൽ വീണ് അപകടത്തിലാവുകയും അതുമൂലം റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഇതൊക്കെ തന്നെ നാട്ടുകാർക്ക് മൊത്തത്തിലാണ് പ്രയാസമുണ്ടാക്കുന്നത്. പട്ടാമ്പിയിലെ 2 പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ ഇടയിലുള്ള ഈ റോഡിന് ഇത്തരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ രോഗികളുടെ നീക്കത്തിനും, അതുപോലെ തന്നെ തൃശൂർ, പെരിന്തൽമണ്ണ പോലത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്കുള്ള രോഗികളുടെ മൂവ്മെന്റിനും എല്ലാം തന്നെ പട്ടാമ്പി ടൗണിലെ ഈ റോഡ് പൊളിഞ്ഞു കിടക്കുന്നത് കാരണമുള്ള ഗതാഗത തടസ്സം വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയും മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര, കേരള തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഇതിന്റെ സ്വാധീനഫലമായാണ് മഴ തുടരുന്നത്. തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം. മഴ തുടരുന്നതിനാൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂർ പൂലേരിയിൽ കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. പുലേരി സ്വദേശി വെളുത്തുപറമ്പിൽ ബഷീറിന്റെ വീടിന്റെ 2ാം നിലയുടെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ 2ാം നിലയുടെ ഓടുമേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലാണ് വീണത്. ഇതോടെ മേൽക്കൂരയും ഓടുകളും തകർന്നു. മുകൾ നിലയിൽ ഉറങ്ങുകയായിരുന്ന യുവാവ് എയർപോർട്ടിൽ പോകാൻ ഇറങ്ങി 10 മിനിറ്റിന് ശേഷമായിരുന്നു അപകടം. സംഭവ സമയത്ത് കുടുംബാംഗങ്ങളായ 7 പേരും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. ഉച്ചയോടെ തെങ്ങ് വീടിന് മുകളിൽ നിന്നും വെട്ടിമാറ്റി. കൂറ്റനാട് മല റോഡ് EMS നഗറിൽ റോഡിലേക്ക് വീണ മരം വെട്ടിമാറ്റി യുവാക്കളുടെ മാതൃക. ശനിയാഴ്ച രാവിലെയാണ് കനത്ത മഴയിൽ മരം കടപുഴകി റോഡിലേക്ക് വീണത്. മരം വീണ് ഏറെ സമയം പിന്നിട്ടിട്ടും വെട്ടിമാറ്റാൻ ആരും തയ്യാറാകാതെ വന്നതോടെയാണ് പ്രദേശത്തെ യുവാക്കളായ ഷുക്കൂർ, നൌഫൽ, മണികണ്ഠൻ, ഉണ്ണിക്കുട്ടൻ എന്നിവർ ചേർന്ന് മരം വെട്ടി നീക്കിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് 4 പേരും ചേർന്ന് മരം പൂർണ്ണമായും മാറ്റിയത്. തുടർന്ന് റോഡിലെ ഗതാഗത തടസ്സം പരിഹരിച്ചു. പൊന്നാനിയിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിയിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് റോഡിൽ ഡീസൽ ചോർന്നു. വൻ ദുരന്തം ഒഴിവായി. ശനിയാഴ്ച പുലർച്ചെ 1:30 ദേശീയപാതയിൽ പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലാണ് അപകടം. ടാങ്കറിലെ 4 അറകളിലായി സൂക്ഷിച്ച ഇന്ധനത്തിന്റെ പുറകിലെ ടാങ്കിലെ 4500 ലിറ്റർ ഡീസലാണ് റോഡിലൊഴുകിയത്. സർവീസ് റോഡിൽ നിർത്തിയിട്ട ഡീസലും പെട്രോളും കൊണ്ടുവന്ന ടാങ്കറിന് പുറകിലാണ് കണ്ടെയ്നർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയിൽ നിന്ന് കണ്ടെയ്നർ വേർപെട്ട് റോഡിലേക്ക് തെറിച്ചു വീണു. ടാങ്കറിന് പുറകിലെ അറയിലുണ്ടായിരുന്ന ഡീസൽ മുഴുവൻ ദേശീയപാതയിൽ ഒഴുകി. പെട്രോൾ നിറച്ച ടാങ്കുകൾക്ക് അപകടം പറ്റാതിരുന്നത് മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത്. സംഭവം അറിഞ്ഞെത്തിയ പൊന്നാനി പോലീസും ഫയർഫോഴ്സും റോഡ് അടച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. പൊന്നാനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ P. സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് റോഡിൽ ഒഴുകിയ ഡീസൽ കഴുകിക്കളഞ്ഞത്. അപകടത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ കണ്ടെയ്നർ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി. ഗതാഗതം പുലർച്ചെയോടെ പുനഃസ്ഥാപിച്ചു. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ. കായകൽപ്പ പുരസ്കാരത്തിന് പിറകെയാണ് ദേശീയ ഗുണനിലവാര അംഗീകാരവും ആശുപത്രിയെ തേടിയെത്തിയത്. കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം വീണ്ടും അംഗീകാരത്തിന്റെ നിറവിലാണ്. ഇത്തവണ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സിന്റെ അംഗീകാരമാണ് കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ തേടിയെത്തിയത്. സംസ്ഥാനത്തെ 7 ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചത്. ഇതിൽ 97.63% മാർക്ക് നേടിയാണ് കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം മികച്ച നിലവാരം പുലർത്തിയത്. ജില്ലയിൽ ഇത്തവണ ഈ അംഗീകാരം നേടുന്ന ഏക സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും കൊപ്പത്തെയാണ്. ആശുപത്രിയിലെ ഭൗതിക സൗകര്യങ്ങൾ, രോഗികൾക്ക് നൽകുന്ന സേവനങ്ങൾ, ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ദേശീയ ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ
നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ഈ അംഗീകാരം നൽകി വരുന്നത്. ആശുപത്രിയിലെ IP, OP വിഭാഗങ്ങൾ, അത്യാഹിത വിഭാഗം, ലബോറട്ടറി, ഫാർമസി, ഓക്സിലറി, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമുകൾ തുടങ്ങി 8 വിഭാഗങ്ങളിലായാണ് പരിശോധന നടത്തിയത്. ആശുപത്രിയിലെ രോഗി പരിചരണം, രോഗികൾക്ക് ആവശ്യമായ മികച്ച സൗകര്യങ്ങൾ ഒരുക്കൽ, ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം, ലഭ്യമാകുന്ന ഉപകരണങ്ങളുടെ കാര്യക്ഷമത, മരുന്നുകളുടെ ലഭ്യതയും വിതരണവും, രോഗികളുടെ സംതൃപ്തി, അണുബാധ നിയന്ത്രണം, ആശുപത്രി പരിപാലനം, ദേശീയ ആരോഗ്യ പരിപാടികളുടെ നടപ്പിലാക്കൽ എന്നിവ നേരിട്ട് നിരീക്ഷിച്ചും രോഗികളുമായും ജീവനക്കാരുമായി അഭിമുഖം നടത്തിയുമാണ് വിലയിരുത്തിയത്. UP യിൽ നിന്നുമുള്ള ഡോക്ടർ വൈഭവ് പട്ടീൽ, മധുരയിൽ നിന്നുമുള്ള ജയേഷ് പ്രഭാകർ എന്നിവരടങ്ങുന്ന സംഘമാണ് മാസങ്ങൾക്ക് മുമ്പേ ആശുപത്രിയിലെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം ദേശീയ തലത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടത്. അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ ഒരു വർഷത്തേക്ക് 2,20,000 രൂപ സഹായമായും ലഭിക്കും. 3 വർഷം ഇത് തുടരും. തുടർന്ന് വീണ്ടും ദേശീയ സംഘം പുനർനിർണയം നടത്തും. ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാന സർക്കാരിന്റെ കായ്ഫലക പുരസ്കാരത്തിന് കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അർഹത നേടിയത്. തുടർച്ചയായ 3 വർഷങ്ങളായി കായ്ഫലക പുരസ്കാരം കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം നേടുന്നുണ്ട്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സേവനമാണ് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാക്കുന്നതെന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠനും വൈസ് പ്രസിഡന്റ് KA റഷീദും സൂചിപ്പിച്ചു. ഡോക്ടർ ആശ ജലാലാണ് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ. വീണ്ടും അംഗീകാരം തേടിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് ആശുപത്രി ജീവനക്കാർ. കാർഗിൽ യുദ്ധസ്മരണകൾക്ക് 26 വയസ്സ്. ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞുകയറി രാജ്യത്തിന്റെ അഭിമാനത്തിന് വിലയിട്ട പാക് സൈന്യത്തെ ശക്തമായി പ്രതിരോധിച്ച ഇന്ത്യൻ സൈന്യം വിജയം നേടിയ സുദിനം. കാർഗിൽ വിജയ് ദിവസ്. 1999 ജൂലൈ 26 ജമ്മു കാശ്മീരിലെ കാർഗിൽ മേഖലയിൽ പാകിസ്ഥാന്റെ അതിക്രമത്തിനെതിരെ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ വിജയ് വിജയകരമായി സമാപിച്ച ദിനമാണ് കാർഗിൽ വിജയ് ദിവസായി ആചരിക്കുന്നത്. വളരെ മുന്നൊരുക്കത്തോടെ നടത്തിയ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ ബദറിന് മറുപടിയായി ഇന്ത്യയുടെ ഓപ്പറേഷൻ വിജയ് ആഞ്ഞടിച്ചപ്പോൾ പാകിസ്ഥാന് നാണം കെട്ട തോൽവിയുമായി മടങ്ങേണ്ടി വരികയായിരുന്നു. ശ്രീനഗർ, കാർഗിൽ, ലേ ഹൈവേ ഉൾപ്പെടെ നിർണായക പ്രദേശങ്ങൾ അധീനതയിലാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. പാകിസ്ഥാൻ പട്ടാളം അതിർത്തിക്കപ്പുറത്ത് ശക്തമായി നിലയുറപ്പിച്ച ശേഷമാണ് ഇന്ത്യക്ക് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏകദേശം 50 ദിവസം നീണ്ടുനിന്നു. ഒടുവിൽ ശക്തമായ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളും അതിൽ കൂടുതലും വിട്ട് പിന്മാറുകയായിരുന്നു. 26,000 അടി ഉയരത്തിൽ ഭയമില്ലാതെ മുന്നേറിയ ധീര സൈനികരുടെ രക്തസാക്ഷിത്വമാണ് കാർഗിൽ വിജയത്തിന്റെ പിന്നിൽ. ക്യാപ്റ്റൻ വിജയ് അന്തോണി, ക്യാപ്റ്റൻ വിക്രം ബത്ര, ഗ്രനേഡിയൻ യോഗേന്ദ്ര സിംഗ് യാദവ്, റൈഫിൾമാൻ സഞ്ജയ് കുമാർ തുടങ്ങി അനേകം പേരുടെ ധീരത ഇന്നും നമ്മൾ മനസ്സിലോർക്കുന്നു. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് 527 ധീര ജവാന്മാരെയാണ്. കാർഗിലിൽ ഇന്ത്യ കുറിച്ചത് വെറുമൊരു യുദ്ധത്തിന്റെ വിജയമല്ല, ആത്മാഭിമാനത്തിന്റെ വിജയമായിരുന്നു. 527 ധീര ജവാന്മാർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ച് ജൂലൈ 26 എല്ലാ വർഷവും രാജ്യം ആ ഓർമ്മ പുതുക്കുന്നു. പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റിൽ മരം കടപുഴകി വൈദ്യുത ലൈനിൽ വീണ അപകടം. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് പട്ടാമ്പി നഗരസഭയിലെ ജീവനക്കാർ. ശനിയാഴ്ച രാവിലെ കനത്ത മഴയിലായിരുന്നു അപകടം. നഗരസഭയുടെ ബൊലേറോ വാഹനം റോഡിലൂടെ കടന്നു പോകുന്നതിന് തൊട്ടു മുന്നിലായി മരം വൈദ്യുത കമ്പികൾക്ക് മുകളിലേക്കായി കടപുഴകി വീണുകയായിരുന്നു. അപകടം കണ്ട് നിർത്തിയ വാഹനത്തിന്റെ തൊട്ടു മുന്നിലേക്ക് വൈദ്യുത പോസ്റ്റും 2ആയി ഒടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. തൊഴിലിടങ്ങളിൽ നീതി തേടുന്നവരെ ഒരുമിപ്പിക്കാൻ വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 1 പട്ടാമ്പിയിൽ സ്ത്രീകളുടെ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ 6ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിൽ തൊഴിലിടങ്ങളിലെ നീതി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന തലക്കെട്ടിൽ ചർച്ച ഒരുക്കുന്നത്. ഓഗസ്റ്റ് 1 വൈകുന്നേരം 4:30 മേലെ പട്ടാമ്പിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ വിവിധങ്ങളായ അവഗണനയാണ് നേരിടുന്നത്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് അധികാരികളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു പരിപാടി നടത്തുന്നതെന്നും ഇവർ പറഞ്ഞു. തൊഴിലിടങ്ങളിൽ നീതി നിഷേധിക്കുന്നവർ, നീതി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അത് ജൂലൈ 20 ഞങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ് തല പരിപാടി എറണാകുളത്ത് വെച്ചിട്ട് നടത്തി കഴിഞ്ഞു.
ഇനി ജില്ലയിൽ ഈ മാസത്തിനുള്ളിൽ തന്നെ പരിപാടികൾ, വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ക്യാപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ കായിക മത്സരങ്ങൾ, അതുപോലെ തന്നെ രചനാ മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള സ്ത്രീകളെ, അതായത് അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾ, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിലുള്ള സ്ത്രീ തൊഴിലാളികൾ, ഏകദേശം ഒരു 80% അസംഘടിത മേഖലയിലാണ് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വേതനമില്ല, അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു തൊഴിലാളി മുതലാളി, അതുപോലെ തന്നെ ഒരു വ്യവസ്ഥയില്ല, അതുപോലെ തന്നെ കൂടുതൽ ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട്. എന്നാൽ ഒരു തൊഴിൽ പരിരക്ഷ ഈ രംഗത്തുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ഒന്നുകൂടി താഴേക്ക് വന്നുകൊണ്ട് അവർക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ടെക്സ്റ്റൈൽ തൊഴിലാളികൾ ഒരു സീറ്റിന് വേണ്ടി, ഇരിക്കാനൊരു അവസരത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തൊരു നാടാണ് നമ്മുടെ നാട്. അപ്പൊ അപ്പോ നമുക്കറിയാം, ഈ അവശ്യ സേവന രംഗങ്ങളിലൊക്കെ തന്നെ ഈ സ്ത്രീ തൊഴിലാളികൾ നല്ല അവരുടേതായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ ആശാ വർക്കർമാര് അവരാണെങ്കിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സമരത്തിന് ഇതുവരെയും ഒരു പരിഹാരമായിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കാണാം ഗാർഹിക തൊഴിലാളികൾ, സ്ത്രീകൾ എന്തുകൊണ്ടാണ് തൊഴിൽ രംഗത്തേക്ക് വരുന്നതെന്ന് വെച്ചാൽ, മെച്ചപ്പെട്ട വരുമാനം എന്നതിനേക്കാൾ അപ്പുറം തന്നെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മയൊക്കെയുള്ള നമ്മുടെ രാജ്യത്ത് ധാരാളം പട്ടിണിയുള്ള ഒരു രാജ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം അകറ്റാൻ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പുരുഷന്റെ വരുമാനം മാത്രം മതിയാവില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടാണ് സ്ത്രീകൾ കൂടി തൊഴിൽ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. മേലെപ്പട്ടാമ്പി കൂൾ സിറ്റിക്ക് സമീപത്തുള്ള 12ാം വാർഡിലെ ജനസേവന കേന്ദ്രത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷക്കീല, ജില്ലാ സെക്രട്ടറി ഫൻസിയ ഷഹീർ, ഷാഹിറ വെല്ലപ്പുഴ, ഫൗസിയ അബുലൈസ്, എം റംലത്ത് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ബാങ്ക് ഹാളിൽ വിജയോത്സവം 2025 എന്ന പേരിൽ നടത്തിയ ചടങ്ങ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ 100% നേട്ടം കൈവരിച്ച പെരിങ്ങോട് ഹൈസ്കൂളിനും GHS നാഗലശ്ശേരി സ്കൂളിനും പ്രത്യേക പുരസ്കാരം നൽകി അനുമോദിച്ചു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് PM ആര്യൻ മാസ്റ്റർ അധ്യക്ഷനായി. പെരിങ്ങോട് സ്കൂൾ പ്രധാന അധ്യാപിക V ശ്രീകല, GHS നാഗലശ്ശേരി പ്രധാന അധ്യാപകൻ അനിൽകുമാർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് KV പരമേശ്വരൻ, സെക്രട്ടറി K കൃഷ്ണകുമാർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ O രാജൻ, V ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കേരള സംസ്ഥാനത്ത് ജോലിയെടുക്കാൻ വരുന്ന ഒരുപാട് ആളുകളുടെ കൂടെയും പണിയെടുക്കാൻ വരുന്നവരായിട്ടും ഞാൻ ഈ പറഞ്ഞ പ്രായപരിധിയിലുള്ള ആളുകളെ നമുക്ക് കാണാനുണ്ട്. അപ്പൊ അവര് പഠിക്കാൻ പോയിട്ടല്ല, അവർ പഠിക്കാൻ പോകുന്നില്ല. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അത് മാത്രമല്ല, ഇതിൽ തന്നെ ഏതാണ്ട് 75-80% ആളുകളെങ്കിലും കേവലം സെക്കൻഡറി വിദ്യാഭ്യാസത്തിലോ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലോ വെച്ച് അവസാനിപ്പിക്കാതെ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും പോകുന്നു. എന്താ അതിന്റെ കാരണം? ഇതിന് കാരണം വിദ്യാഭ്യാസ മേഖലയ്ക്ക് രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, അതിന് നൽകേണ്ട പ്രോത്സാഹനങ്ങൾ, അതിന് കൊടുക്കേണ്ട ശ്രദ്ധ, ഇതൊക്കെ 100% കേരളം ഭരിക്കുന്ന സർക്കാർ നിറവേറ്റുന്നു എന്നുള്ളതാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.